ഹായ്, ഇന്ന് നമുക്ക് ഹിസ്റ്ററിയുടെ അവസാന ഭാഗം എടുക്കാം. ദ റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം. അപ്പോൾ ഇതിൽ ആദ്യം ഒരു നോവലിലെ ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വി ആർ വർക്കേഴ്സ്, പീപ്പിൾ ബൈ ഹൂസ് ലേബർ ഓൾ തിങ്സ് ആർ മെയ്ഡ്, ഫ്രം ചിൽഡ്രൻസ് ടോയ്സ് ടു മാസി മെഷീൻസ്, യെറ്റ് വി ആർ പീപ്പിൾ ഡിപ്രൈവ്ഡ് ഓഫ് ദ റൈറ്റ് ടു ഡിഫെൻഡ് അവർ ഹ്യൂമൻ ഡിഗ്നിറ്റി. ഞങ്ങൾ കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ മഹായന്ത്രങ്ങൾ വരെ നിർമ്മിക്കുന്ന തൊഴിലാളികളാണ്, പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങൾ എവിടെയും നിഷേധിക്കപ്പെടുകയാണ്. എനിവൺ ക്യാൻ എക്സ്പ്ലോയിറ്റ് us ഫോർ their interest. ആർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളെ ചൂഷണം ചെയ്യാം. അറ്റ് പ്രസന്റ് വി വാണ്ട് ടു അച്ചീവ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം വിച്ച് വിൽ ഇവൻച്വലി ഇനേബിൾ us ടു ടേക്ക് ഓൾ പവർ ഇൻ ടു അവർ ഓൺ ഹാൻഡ്സ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും എല്ലാ അധികാരവും ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ്. അവർ സ്ലോഗൻസ് ആർ സിമ്പിൾ. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളെല്ലാം വളരെ ലളിതമാണ്. ഡൗൺ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം നിർത്തലാക്കുക. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് കൈമാറുക. ഓൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ, എല്ലാ അധികാരവും ജനങ്ങൾക്ക് കൈമാറുക. നോ വൺ എക്സെപ്റ്റ് ഫ്രം വർക്ക്, ആരും തൊഴിൽ ചെയ്യാതെ ഇരിക്കരുത്. നൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ നോട്ട് ജസ്റ്റ് റൈറ്റേഴ്സ്, ഞങ്ങൾ വെറും അക്രമകാരികളല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. വി ആർ റെവല്യൂഷണറീസ് ആൻഡ് വിൽ ഗോ ഓൺ ബീയിങ് റെവല്യൂഷണറീസ് ആസ് ലോങ് ആസ് സം പീപ്പിൾ ഡു നത്തിങ് ബട്ട് ഗിവ് ഓർഡേഴ്സ് ആൻഡ് ദി അതേഴ്സ് ഡു നത്തിങ് ബട്ട് വർക്ക്. കുറെ ആളുകൾ ഒന്നും ചെയ്യാതെ വെറും ആജ്ഞ മാത്രം നൽകുകയും കുറെ ആളുകൾ അത് കേട്ട് അടിമകളായി പണിയെടുക്കുകയും ചെയ്യുന്ന കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തന്നെ തുടരുകയും ചെയ്യും. ദ മദർ എന്ന നോവലിൽ പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ മാക്സിം ഗോർക്കി എഴുതിയ വരികളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ റഷ്യ ആൻഡ് ദെയർ എയിംസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദം. റഷ്യയിലെ കർഷകരുടെയും സാധാരണക്കാരുടെയും ദുരിതങ്ങൾ ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് എൽസ് ക്യാൻ യു മേക്ക് ഔട്ട് ഫ്രം ദീസ് വേർഡ്സ് അബൌട്ട് ദ ദെൻ റഷ്യൻ സൊസൈറ്റി? വേറെ എന്തൊക്കെയാണ് നമുക്ക് അന്നത്തെ റഷ്യൻ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? വാട്ട് വിയർ ദ ഡിമാൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ്? എന്താണ് തൊഴിലാളികളുടെ ആവശ്യം ആയിരുന്നത്? അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, സ്വകാര്യ സ്വത്തവകാശ സംവിധാനം നിർത്തലാക്കുക. എവരി വൺ ഹാസ് ടു വർക്ക്, എല്ലാവരും തൊഴിലിൽ ഏർപ്പെടുക. ഇനിപ്പുറത്തെ പേജ്. ലെറ്റ് us ഫൈൻഡ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് them ടു ഡിമാൻഡ് സോ. എന്തൊക്കെയായിരുന്നു അവർ ഇങ്ങനെ ആവശ്യപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെന്ന് നോക്കാം. 3 കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. Farmers and the factory workers in Russia led a tragic life under the autocracy of the Tsarist emperors who ruled Russia. റഷ്യ അന്ന് ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ കിരാതമായ ഏകാധിപത്യം മൂലം കർഷകരും തൊഴിലാളികളും റഷ്യയിൽ വളരെ കഷ്ടത അനുഭവിച്ചിരുന്നു. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. താഴ്ന്ന കാർഷികോൽപാദനം തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിച്ചു. മോറോവർ ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. അതുമാത്രമല്ല, ഭൂമി സ്വന്തമായി ഇല്ലാതിരുന്ന തൊഴിലാളികൾക്ക് വളരെ വലിയ നികുതിയും കൊടുക്കേണ്ടതായി വന്നു. സോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ. റഷ്യ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നെങ്കിലും അതിന്റെ വ്യാവസായികോൽപാദനം വളരെ ചുരുങ്ങിയതായിരുന്നു. ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദർ. അവിടെ നിലനിന്നിരുന്ന പ്രധാന വ്യവസായങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. Writers like Maxim Gorky, Leo Tolstoy, Ivan Turgenev and Anton Chekhov depicted the plight of the workers and farmers in their works. പ്രശസ്ത എഴുത്തുകാരായ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവർ അവരുടെ കൃതികളിലൂടെ ജനങ്ങളുടെ ദുരിതം തുറന്നുകാട്ടി. ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏംഗൽസ് സ്റ്റേർഡ് ദ വർക്കേഴ്സ്. കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും നേതൃത്വത്തിൽ പ്രചരിക്കപ്പെട്ട മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികളെ ഇളക്കിമറിച്ചു. സ്റ്റിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കുക എന്നാണ്. ഇളക്കി മറിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ആവേശം കൊള്ളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ദേ കോൾഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ സൂപ്പർമസി ഓഫ് ദ വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്ന് ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരമെത്തണം എന്നതായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. ട്രേഡ് യൂണിയൻസ് വിയർ ഫോം ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. തൊഴിലാളികളുടെ ദുരിതത്തിന് പരിഹാരമേകാൻ ധാരാളം ട്രേഡ് യൂണിയനുകൾ രൂപാന്തരപ്പെട്ടു. ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ മാർക്സിസ്റ്റ് ആശയങ്ങളുടെ പിൻബലത്തിൽ അവിടെ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ലേറ്റർ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻ ടു ദ മെൻഷെവിക്സ് ആൻഡ് ദ ബോൾഷെവിക്സ്. പിന്നീട് ഈ പാർട്ടി രണ്ടായി വിഭജിക്കപ്പെട്ടു. മെൻഷെവിക്സ് അഥവാ മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷമെന്നും ആൻഡ് ദ ബോൾഷെവിക്സ് അഥവാ മെജോറിറ്റി ഭൂരിപക്ഷമെന്നും 2 ഭാഗങ്ങളായി അത് പിരിഞ്ഞു. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദ ബോൾഷെവിക്സ് വിയർ ലെനിൻ ആൻഡ് ട്രോട്സ്കി. അലക്സാണ്ടർ കെറൻസ്കി ലെഡ് ദ മെൻഷെവിക്സ്. അങ്ങനെ ഇതിന് രണ്ടിനും ലീഡേഴ്സ് അല്ലെങ്കിൽ നേതാക്കന്മാർ ആയിത്തീർന്നു. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ഇതിന്റെ സിനിമ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. എ ഫേമസ് ഫിലിം ഓഫ് സെർജി ഐൻസ്റ്റൈൻ, എ റഷ്യൻ ഡയറക്ടർ. ഇവിടെ സിനിമയുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്, ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്നാണ്. അപ്പൊ റഷ്യൻ പേരുകളാണ്, അതാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് എ സൈലന്റ് മൂവി ബേസ്ഡ് ഓൺ ആൻ ഈവന്റ് ഡ്യൂറിംഗ് ദ സാറിസ്റ്റ് റിഗീം ഇൻ റഷ്യ. സാറിസ്റ്റ് ഭരണകാലത്തുണ്ടായിട്ടുള്ള ഒരു സൈലന്റ് മൂവി അറിഞ്ഞൂടെ, ശബ്ദശകലങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമ.
It depicts the political rebellion of the dissatisfied navigators in the battleship Potemkin. ബാറ്റിൽഷിപ്പ് എന്ന് വെച്ചാൽ യുദ്ധക്കപ്പലിനെയാണ് പറയുന്നത് കേട്ടോ. ആ കപ്പലിലെ നാവിഗേറ്റേഴ്സ് നടത്തുന്ന ഒരു രാഷ്ട്രീയ വിപ്ലവത്തെ കുറിച്ചിട്ടാണ് ആ സിനിമ പ്രതിപാദിക്കുന്നത്. പൊട്ടംകിൻ എന്നാണ് ആ ബാറ്റിൽഷിപ്പിന്റെ പേര്. ഹി ഓൾസോ ഡയറക്ടഡ് എ ഫിലിം ബേസ്ഡ് ഓൺ ദ 10 Days That Shook the World, ദ ഫേമസ് വർക്ക് ഓഫ് ജോൺ റീഡ്. ജോൺ റീഡിന്റെ പ്രശസ്ത കൃതിയായ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന ഒരു കൃതിയും അദ്ദേഹം സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. The crisis reached its worst when Russia was defeated in the Russia-Japan War in 1905. 1905 റഷ്യ-ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതോടെ ഈ ഒരു അവസ്ഥ കൂടുതൽ സങ്കീർണമായി. The workers organized a huge march at Petrograd on 9th January 1905, demanding political rights and economic reforms. അങ്ങനെ പുതിയ സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ അവകാശവും ആവശ്യപ്പെട്ട് 1905 ജനുവരി 9 പെട്രോഗ്രാഡിൽ തൊഴിലാളികൾ സംഘടിച്ചു. The march was fired at by the soldiers and hundreds of demonstrators were massacred. ആ മാർച്ചിനെതിരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ചെയ്തു. This event is known as the Bloody Sunday. ഈ സംഭവം രക്തരൂഷിത ഞായർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് കോൾഡ് ദ സോവിയറ്റ്സ് വിയർ ഫോംഡ് ഓൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്സ്. അങ്ങനെ തൊഴിലാളികളുടെ ദ സോവിയറ്റ്സ് എന്ന് പറയുന്ന സംഘടന റഷ്യയിലാകെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. When the strikes gained massive strength, the emperor was compelled to form a legislative assembly called Duma. അങ്ങനെ ഈ സമരങ്ങളെല്ലാം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ അന്നത്തെ ചക്രവർത്തി ഒരു നിയമ നിർമ്മാണ സഭ പിടിച്ചുകൂട്ടാൻ നിർബന്ധിതനായി. അതിന്റെ പേരാണ് ഡ്യൂമ എന്ന് പറയുന്നത്. ഡ്യൂമ എന്നാണ് അവർ പറയാ. Ignoring the protest from Duma, Nicholas II, the then Tsar, decided to participate in the First World War that started in 1914. അങ്ങനെ ഈ ഡ്യൂമയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അന്നത്തെ സാർ ചക്രവർത്തിയായ നിക്കോളസ് രണ്ടാമൻ 1904 തുടങ്ങിയ ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യയെ പങ്കെടുപ്പിച്ചു. A lot of Russian soldiers were killed in this war. അങ്ങനെ ധാരാളം റഷ്യൻ പട്ടാളക്കാർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഫുഡ് ഷോർട്ടേജ് became severed by 1917. 1917 ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമായി. Thousands of women marched along the streets of Petrograd on 8 March 1917, clamoring for bread. ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗ്രാഡിലേക്ക് 1917 മാർച്ച് 8 പ്രകടനം നടത്തി. The workers organized the protest march in Petrograd. തൊഴിലാളികളും അവിടേക്ക് മാർച്ച് നടത്തി. Though the soldiers clashed with the demonstrators in the beginning, later they joined the workers. തുടക്കത്തിൽ പട്ടാളക്കാർ ഇവർക്കെതിരായിരുന്നെങ്കിലും പിന്നീട് പട്ടാളക്കാർ ഇവരോടൊപ്പം ചേർന്നു. It was the tragic experience during the First World War that induced them to do so. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ധാരാളം പട്ടാളക്കാർ കൊല്ലപ്പെട്ടു നമ്മൾ പറഞ്ഞു. ആ ഒരു കൈപ്പേറിയ അനുഭവത്തിൽ നിന്നാണ് അവർ ഗവൺമെന്റിനെതിരെ തിരിയാൻ ആഗ്രഹിച്ചത്. The workers captured Petrograd and Nicholas II was thrown out of power. അങ്ങനെ തൊഴിലാളികൾ പെട്രോഗ്രാഡ് പിടിച്ചടക്കുകയും നിക്കോളസ് രണ്ടാമനെ അധികാരത്തിൽ നിന്ന് നീക്കുകയും ചെയ്തു. Since the Russian calendar was a few days behind the international calendar, this revolution that took place in March came to be known as the February Revolution. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ ഒരല്പം പിന്നിലായിരുന്നതുകൊണ്ട് മാർച്ചിൽ നടന്ന ഈ ഒരു സംഭവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നമുക്ക് എക്സ്ട്രാ ബൈറ്റ് ആയിട്ടൊരു മാർക്സിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കണം. മാർക്സിസം ഈസ് ആൻ ഐഡിയോളജി ഫൗണ്ടഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. നമ്മളവിടെ വായിച്ചല്ലോ. ദ കോർ ഓഫ് ദിസ് ഐഡിയോളജി ഈസ് ദാറ്റ് ദ ചേഞ്ചസ് ഇൻ സൊസൈറ്റി ആർ ബേസ്ഡ് ഓൺ ദ പ്രിവെയിലിംഗ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് സമൂഹത്തിന്റെ മാറ്റം, സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവിടുത്തെ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയാണ്. They exhorted that the dictatorship of the proletariat should be established, for labor is the most important factor of production. ഉൽപാദനമാണ് പ്രധാനമായതുകൊണ്ട് അവിടെ ഉൽപാദനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത് തൊഴിലാളിയാണ്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് പ്രാമുഖ്യം നൽകണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രോലിറ്റേറിയറ്റ് എന്ന് വെച്ചാൽ വർക്കർ എന്നാണ് അർത്ഥം കേട്ടോ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു നോയ്സ് ഉണ്ടായിരിക്കും കേട്ടോ. A group of Soviets did not approve the provisional government. അതായത് ഈ കെറൻസ്കിയുടെ ഗവൺമെന്റിനെ ഒരു കൂട്ടം സോവിയറ്റ്സുകൾ അംഗീകരിച്ചില്ല. സോവിയറ്റുകൾ ആരാണെന്ന് നമ്മളിവിടെ വായിച്ചു. വർക്കേഴ്സിന്റെ ഓർഗനൈസേഷനാണ് സോവിയറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. വ്ളാദിമിർ ലെനിൻ, who had been in Switzerland, came to Russia and strongly opposed the provisional government. സ്വിറ്റ്സർലൻഡിലായിരുന്ന വ്ളാദിമിർ ലെനിൻ റഷ്യയിലേക്ക് വരികയും ഈ കെറൻസ്കിയുടെ ഗവൺമെന്റിനെ എതിർക്കുകയും ചെയ്തു. He argued that the entire power should be transferred to the Soviets if they were to realize the aims of the revolution. അധികാരമെല്ലാം സോവിയറ്റുകൾക്ക് നൽകണമെന്ന് ലെനിൻ കെറൻസ്കിയോട് ആവശ്യപ്പെട്ടു. കാരണം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അവിടെ വിപ്ലവം നടത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തൊഴിലാളികൾക്ക് തന്നെ അധികാരം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. ദ ബോൾഷെവിക്സ് ആൻഡ് ദ സോവിയറ്റ്സ് സപ്പോർട്ടഡ് ഹിം. അങ്ങനെ ബോൾഷെവിക്കുകളും സോവിയറ്റുകളും അദ്ദേഹത്തെ പിന്താങ്ങി. ദേ പ്രോപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രോലിറ്റേറിയൻസ് ഗവൺമെന്റ് കുഡ് ഇറാഡിക്കേറ്റ് സെഞ്ചുറീസ് ഓൾഡ് ഇക്കോണമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇനീക്വാലിറ്റി. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന പിന്നോക്കാവസ്ഥയ്ക്കും അസമത്വത്തിനും എതിരെ ഇത്തരമൊരു ഗവൺമെന്റ് അഥവാ ഈ തൊഴിലാളികളുടെ ഗവൺമെന്റ് വന്നാലേ അറുതി വരുത്താനാവൂ എന്ന് അവർ വാദിച്ചു.
ദേ പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ്സ് ലൈക്ക്, അങ്ങനെ അവർ നിരവധി ആവശ്യങ്ങളും നടത്തി. ആവശ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ പ്രധാനമായിട്ടും വിഡ്രോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, സീസ് ദ ലാൻഡ്സ് ഓൺ ബൈ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്, ജന്മികളുടെ കയ്യിൽ നിന്നും കൃഷിഭൂമി പിടിച്ചു വാങ്ങി കൃഷിക്കാർക്ക് വീതം വയ്ക്കുക, മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി, വ്യവസായശാലകൾ പൊതു സ്വത്താക്കി മാറ്റുക. പൊതു സ്വത്ത് എന്ന് വെച്ചാൽ അറിഞ്ഞൂടെ, ഗവൺമെന്റിന്റെ പൊതുമേഖല എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. In October 1917, the Bolsheviks organized an armed rebellion against the provisional government. അന്നത്തെ കെറൻസ്കിയുടെ ഗവൺമെന്റിനെതിരെ ബോൾഷെവിക്കുകൾ 1917 ഒക്ടോബറിൽ ഒരു സായുധ വിപ്ലവത്തിന് നേതൃത്വം നൽകി. കെറൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോൾഷെവിക്സ്. അതിനെ തുടർന്ന് കെറൻസ്കി അവിടെ നിന്ന് പലായനം ചെയ്യുകയും, ഫ്ലഡ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ പലായനം ചെയ്യുകയും, റഷ്യ ബോൾഷെവിക്കുകളുടെ അധികാരത്തിന് കീഴിലാവുകയും ചെയ്തു. ദിസ് ഇവന്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക്സ് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ദ ഒക്ടോബർ റവല്യൂഷൻ. അങ്ങനെ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്ത ഈ ഒരു സംഭവത്തെ റഷ്യൻ കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയപ്പെടുന്നു, ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നു. Subsequently, a convention of the Soviets was held and a cabinet was formed with Lenin as its head. അതിനെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം അവിടെ നടക്കുകയും ലെനിന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ രൂപം കൊള്ളുകയും ചെയ്തു. ഇനി റഷ്യൻ റവല്യൂഷന്റെ റിസൾട്ടുകൾ എന്താണെന്ന് നോക്കാം. റഷ്യ വിത്ഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി. സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്, ജന്മികളുടെ കയ്യിൽ നിന്നും കൃഷിഭൂമി പിടിച്ചു വാങ്ങി അത് കൃഷിക്കാർക്ക് വീതം വെച്ചു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, കേന്ദ്രീകൃത ആസൂത്രണം നിലവിൽ വന്നു. അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കോണമി, ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924, 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. കെയിം ടു ഫോഴ്സ് എന്ന് വെച്ചാൽ നിലവിൽ വരിക, നടപ്പിലാവുക എന്നൊക്കെയാണ് അർത്ഥം. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെന്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്, വിവിധ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ അതായത് പല നാടുകൾ ഒരുമിച്ച് ചേർന്ന് USSR രൂപം കൊണ്ടു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനും സമത്വത്തിലൂന്നിയ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ റഷ്യൻ റവല്യൂഷൻ അവിടെ കഴിഞ്ഞു. ഇനി അവസാനത്തെ ചൈനീസ് റവല്യൂഷൻ, ചൈനീസ് വിപ്ലവമാണ്. ഇൻ ദ 20th century, ചൈന വിറ്റ്നസ്ഡ് റവല്യൂഷൻസ് അഗൈൻസ്റ്റ് ദ ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി. 19ാം നൂറ്റാണ്ടിൽ ചൈന രാജാധികാരങ്ങൾക്കും വിദേശാധിപത്യത്തിനുമെതിരെയുള്ള നിരവധി വിപ്ലവങ്ങൾക്ക് സാക്ഷിയായി. The colonial powers of Europe and America adopted policies in China different from the ones they had implemented in the colonies of other parts of the world. അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അവർക്ക് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന കോളനികളിൽ നടപ്പിലാക്കിയിരുന്ന നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നയങ്ങളാണ് ചൈനയിൽ അവർ നടപ്പിലാക്കിയിരുന്നത്. They were opium trade and open door policy. രണ്ടും വ്യത്യസ്ത നയങ്ങളായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒപ്പിയം ട്രേഡ് അഥവാ കറുപ്പ് കച്ചവടം. കറുപ്പ് എന്ന് പറയുന്നത് ഒരു ലഹരി വസ്തുവാണ്. ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്തൻവെയർ വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ചൈനക്കാരുടെ തേയില, പട്ട്, മൺപാത്രങ്ങൾ എന്നിവ യൂറോപ്പിൽ വളരെയധികം ആവശ്യമുള്ള വസ്തുക്കളായിരുന്നു. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. അങ്ങനെ ഇവ കയറ്റി അയക്കുന്നതിലൂടെ ചൈനക്കാർക്ക് വൻ ലാഭമാണ് കൈവന്നിരുന്നത്. ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. അപ്പൊ അന്നൊന്നും യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് ഒന്നും ഇറക്കുമതി ചെയ്യാനുള്ള ആവശ്യം ഇല്ലായിരുന്നു. ചൈന വളരെ വിഭവസമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു. ആസ് എ റിസൾട്ട് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് എ ഗ്രേറ്റ് ലോസ്. അങ്ങനെ യൂറോപ്യൻ കച്ചവടക്കാർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഒപ്പിയം ആൻഡ് ഇൻടോക്സിക്കന്റ് ടു ചൈന. ഇതിനൊരു പരിഹാരമായി ബ്രിട്ടീഷ് കച്ചവടക്കാർ ഒപ്പിയം എന്നൊരു, അതായത് കറുപ്പ് എന്നൊരു ലഹരി വസ്തു ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചു. ദിസ് എഫക്റ്റഡ് ദ ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസംഷൻ മെയ്ഡ് ദ ചൈനീസ് പീപ്പിൾ മെന്റലി ഇംബാലൻസ്ഡ്. ഇത് ചൈനക്കാരുടെ കച്ചവടത്തെ ബാധിക്കുകയും അതിന്റെ ഉപയോഗം ചൈനക്കാരുടെ മാനസിക നില തകർക്കുകയും ചെയ്തു. ഇറ്റ് റിസൾട്ടഡ് ഇൻ ഇക്കോണമിക് ആൻഡ് മെന്റൽ സബ്ജുഗേഷൻ ഓഫ് ദ ചൈനീസ്. അങ്ങനെ അത് സാമ്പത്തികമായും മാനസികമായും ചൈനക്കാരുടെ ഒരു കീഴടങ്ങലായി മാറി. അടുത്തത് ഓപ്പൺ ഡോർ പോളിസി അഥവാ തുറന്ന വാതിൽ നയം. ബൈ ദി എൻഡ് ഓഫ് ദ 19th century, സെവറൽ യൂറോപ്യൻ കൺട്രീസ് അക്വയർഡ് ട്രേഡ് പ്രിവിലേജസ് ഇൻ ചൈന. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ധാരാളം യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ കച്ചവടത്തിൽ മേൽക്കൈ നേടിയിരുന്നു. അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ചൈന അറ്റ് ദാറ്റ് ടൈം. അമേരിക്ക അന്ന് ചൈനയെ കാര്യമായി പരിഗണിക്കാത്തതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈയൊരു കച്ചവട മേൽക്കൈ നേടാൻ പറ്റിയിരുന്നില്ല. ടു അക്വയർ ദ പ്രിവിലേജ്, ജോൺ ഹേ, ദ ദെൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ദ USA, പ്രൊക്ലൈംഡ് ദി ഓപ്പൺ ഡോർ പോളിസി. അങ്ങനെ അമേരിക്കയുടെ ചൈനയിലെ കച്ചവട മേഖലയിലേക്കുള്ള വരവിനായി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ പ്രഖ്യാപിച്ചൊരു നയമായിരുന്നു ഓപ്പൺ ഡോർ പോളിസി. ആസ് പെർ ദിസ് പോളിസി, അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. ഈ നയം അനുസരിച്ച് അമേരിക്ക ചൈനയിലെ മാർക്കറ്റിൽ, അതായത് ചൈനയുടെ സാമ്പത്തിക മേഖലയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചു.
ചൈന വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് റീജിയൻസ് ടു ബി കൺട്രോൾഡ് ബൈ വേരിയസ് കൺട്രീസ്. അങ്ങനെ ചൈനയെ പല ഭാഗങ്ങളാക്കി പല വിദേശ രാജ്യങ്ങളും ഭരിക്കാനായി തുടങ്ങി. ദി എയിം ഓഫ് ദിസ് പോളിസി വാസ് ടു ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ USA ടു ഇന്റർഫിയർ ഇൻ ചൈന. അങ്ങനെ ചൈനയുടെ സാമ്പത്തിക മേഖലയിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാക്കിയ ഈ ഒരു നയത്തെ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. ചൈനയിലെ കച്ചവടം വളരെ സാമ്പത്തിക ലാഭം തരുമെന്ന് അമേരിക്ക മനസ്സിലാക്കിയതിലൂടെ അവിടേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി അവിടുത്തെ വാതിലുകൾ തുറന്നിടുക എന്നുള്ളൊരു നയമായിരുന്നു. അതാണ് അതിന് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം. ദ മഞ്ജു ഡൈനസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇന്റർഫറൻസ് ആൻഡ് ഡോമിനേഷൻ. ചൈനയിലെ വിദേശാധിപത്യത്തിനും വിദേശ ഇടപെടലുകൾക്കും അന്നത്തെ അവിടുത്തെ രാജവംശമായിരുന്ന മഞ്ജു ഡൈനസ്റ്റി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. സം സീക്രട്ട് ഓർഗനൈസേഷൻസ് ഇൻ ചൈന റിവോൾട്ടഡ് അഗൈൻസ്റ്റ് ഇറ്റ് ഇൻ 1900. 1900 കുറച്ച് രഹസ്യ സംഘടനകൾ ഇതിനെതിരെ കലാപം തുടങ്ങി. ദി എംബ്ലം ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് വാസ് ദ ബോക്സേഴ്സ് ഫിസ്റ്റ്. ഗുസ്തിക്കാരന്റെ മുഷ്ടിയായിരുന്നു ഇവരുടെ ചിഹ്നമായിരുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ദ ബോക്സർ റിബിലിയൻ. അങ്ങനെ അത് ബോക്സർ കലാപം എന്ന് അറിയപ്പെട്ടു. സോ ദിസ് റിബിലിയൻ വാസ് എ ഫെയിലർ. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ദ റെവല്യൂഷൻസ് ദാറ്റ് കെയിം അപ്പ് ലേറ്റർ. ഇതൊരു പരാജയമായിരുന്നെങ്കിലും പിന്നീട് വന്ന എല്ലാ സമരങ്ങൾക്കും ഇത് ഉത്തേജനം നൽകി. ഇൻ 1911 another revolution took place under the leadership of Dr. Sun Yat-sen. അങ്ങനെ ഈ മഞ്ജു രാജവംശത്തിനെതിരെ 1911 ഡോക്ടർ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കലാപം തുടങ്ങി. ദിസ് എൻഡഡ് മൊണാർച്ചി ഇൻ ചൈന. അങ്ങനെ ആ കലാപത്തിന്റെ ഫലമായി അവിടെ രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു. ആഫ്റ്റർ ദ റെവല്യൂഷൻ കുമിന്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഇൻ സദേൺ ചൈന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൺ യാറ്റ് സെൻ. അങ്ങനെ ആ വിപ്ലവത്തിന് ശേഷം കുമിന്താങ് പാർട്ടി, അതായത് സൺ യാറ്റ് സെന്നിന്റെ പാർട്ടിയാണ് തെക്കേ ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് സ്ഥാപിച്ചു. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. ആശയങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദേശീയത എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മഞ്ജു ഡൈനസ്റ്റി അടക്കമുള്ള രാജവംശങ്ങളെ അധികാരത്തിൽ നിന്ന് തെറിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഡെമോക്രസി എന്ന് വെച്ചാൽ ജനങ്ങളുടെ റൂൾ തന്നെയാണ്. സോഷ്യലിസം എന്നാൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥിതി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയും ഭൂമി എല്ലാവർക്കും സമമായി വീതിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. He decided to nullify the unjust treaties signed with the foreign countries and wanted to maintain equality with the western countries. വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ എല്ലാ അനീതിപൂർവമായ കരാറുകളും റദ്ദാക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും എല്ലാ വിദേശ രാജ്യങ്ങളോടും സമത്വത്തിലൂന്നിയ ഒരു സൗഹൃദം ആഗ്രഹിക്കുകയും ചെയ്തു. The Kuomintang Republic adopted measures for the progress of agriculture and industry. കാർഷിക വ്യവസായ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ ധാരാളം നയങ്ങളാണ് അവർ കൊണ്ടുവന്നത്. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. ചൈനയ്ക്ക് റഷ്യയിൽ നിന്നും വിവിധ മേഖലകളിൽ സഹായം ലഭിക്കുകയും അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുകയും ചെയ്തു. ഇൻ ദ ബിഗിനിംഗ് ദ കുമിന്താങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് കോഓപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ. തുടക്കകാലത്ത് കമ്മ്യൂണിസ്റ്റുകളും കുമിന്താങ് പാർട്ടിയും തമ്മിൽ സഹകരണമുണ്ടായിരുന്നു. ബട്ട് ദിസ് കോഓപ്പറേഷൻ വാസ് ഡിസ്റ്റർബ്ഡ് വെൻ ചിയാങ് കൈഷക് ബിക്കെയിം ദ ഹെഡ് ഓഫ് ദ റിപ്പബ്ലിക് ഫോളോയിങ് ദ ഡെത്ത് ഓഫ് സൺ യാറ്റ് സെൻ. അങ്ങനെ സൺ യാറ്റ് സെന്നിന്റെ മരണത്തോടെ അധികാരത്തിലേറിയ ചിയാങ് കൈഷക് ഈ ഒരു സഹകരണം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. ചിയാങ് കൈഷക് അസർട്ടൈൻഡ് മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. ചിയാങ് കൈഷക് അധികാരത്തിലേറ്റ ശേഷം അവിടെ പട്ടാള ഏകാധിപത്യം നടപ്പിലാക്കി. ഹി ഗേവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫോറിൻ പവേഴ്സ് ഇൻക്ലൂഡിംഗ് അമേരിക്ക ടു ഫ്രീലി ഇന്റർഫിയർ ഇൻ ചൈന ആൻഡ് ഡിഡ് നോട്ട് കോഓപ്പറേറ്റ് വിത്ത് ദ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം അമേരിക്ക അടക്കമുള്ള എല്ലാ വിദേശ രാജ്യങ്ങൾക്കും ചൈനീസ് വിപണിയിൽ ഇടപെടാൻ അവസരം നൽകുകയും കമ്മ്യൂണിസ്റ്റുകളെ എതിർക്കുകയും ചെയ്തു. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിംഗ് ആൻഡ് ഫോറിൻ ട്രേഡ് വെയർ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. കൽക്കരി, ഇരുമ്പ് വ്യവസായം, ബാങ്കിംഗ് മേഖല, വിദേശ വ്യാപാരം ഇതൊക്കെ വിദേശ രാജ്യങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. ചിയാങ് കൈഷക്കിന്റെ ഈ നയങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം തുടങ്ങി. ദേ വിയർ ബ്രൂട്ട്ലി സപ്രസ്ഡ്. അവർ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. അറ്റ് ദാറ്റ് ടൈം മാവോ സെതോങ് റോസ് ടു ദ ലീഡർഷിപ്പ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അക്കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായി മാവോ സെതോങ് അധികാരമേറ്റത്. ഇൻ 1934 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സെതോങ് എ ജേർണി സ്റ്റാർട്ടഡ് ഫ്രം കിയാങ്സി ഇൻ സൗത്ത് ചൈന. ചൈനയിലെ തെക്കൻ പ്രവിശ്യയായ കിയാങ്സിയിൽ നിന്നും മാവോ സെതോങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു വൻ യാത്ര 1934 ആരംഭിച്ചു. ദി അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് അറ്റ് യാനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. ചൈനയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ യാനൻ വരെയാണ് ഈ യാത്ര നീണ്ടുനിന്നത്. ത്രൂ ഔട്ട് ദ ജേർണി ദേ സീസ്ഡ് ഔട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം എമംഗ് ദ ഫാമേഴ്സ്. ആ യാത്രക്കിടയിൽ അവർ ജന്മികളിൽ നിന്ന് കൃഷിഭൂമി പിടിച്ചുവാങ്ങുകയും കർഷകർക്ക് വീതിക്കുകയും ചെയ്തു. ദ ജേർണി കവേർഡ് അറൌണ്ട് 12,000 കിലോമീറ്റേഴ്സ്. 12,000 കിലോമീറ്ററോളമാണ് ഏകദേശം ഈ യാത്ര നീണ്ടുനിന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോങ് മാർച്ച്. അതുകൊണ്ടാണ് അതിന് പേര് വന്നത്. ഹെൻസ് മാവോ സെതോങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിക്കെയിം ദ സിംബൽ ഓഫ് സ്ട്രഗിൾ ഓഫ് ദ ചൈനീസ് അഗൈൻസ്റ്റ് ഫോറിൻ പവർ. അങ്ങനെ വിദേശാധിപത്യത്തിനെതിരെ ചൈനക്കാരന്റെ പ്രതിഷേധത്തിന്റെ ചിഹ്നമായി മാവോ സെതോങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി. ചിയാങ് കൈഷക് ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ തായ്വാൻ when the Red Army of Mao Zedong captured the center of Kuomintang rule. കുമിന്താങ് ഭരണകേന്ദ്രം
മാവോ സെതോങ്ങിന്റെ നേതൃത്വത്തിലുള്ള റെഡ് ആർമി വളഞ്ഞതോടെ ചിയാങ് കൈഷക് തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു. അസൈലം എന്ന് വെച്ചാൽ അഭയസ്ഥാനം എന്നാണ് അർത്ഥം. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ചൈന became the People's Republic of China on 1st October 1949 under the leadership of Mao Zedong. 1949 ഒക്ടോബർ 1 മാവോ സെതോങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറി. We discussed the revolutions carried out by the people in different parts of the world who were deprived of freedom. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കപ്പെട്ടവരുടെ സമരങ്ങൾ വിപ്ലവങ്ങളായി തീർന്നത് നമ്മൾ വായിച്ചു. The ideologies put forward by these revolutions were significant in molding the modern world. ഈ വിപ്ലവങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ആശയങ്ങളാണ് ഇന്നത്തെ ആധുനിക ലോകം രൂപപ്പെടാൻ കാരണമായത്. The declarations made by the revolutionaries still exist as a record of human progress. മനുഷ്യന്റെ പുരോഗതിയിൽ നിന്നും ഒരു മാർഗരേഖയായി ഈ വിപ്ലവങ്ങൾ നിലനിൽക്കും. അങ്ങനെ ഒന്നാമത്തെ അധ്യായം അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എഴുതാനുള്ള വർക്കുകൾ എന്താണെന്ന് നോക്കാം. റഷ്യൻ റവല്യൂഷനിൽ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഈ ഒരു 3 പോയിന്റ്. അവിടെ രൂപം കൊണ്ട പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അത് സ്പ്ലിറ്റായി പോയി. ആ 2 പാർട്ടിയുടെ പേരും അവരുടെ നേതാക്കന്മാരുടെ പേരുകളും എഴുതണം. പിന്നെ എന്താണ് ബ്ലഡി സൺഡേ എന്ന് എഴുതണം. രക്തരൂഷിത ഞായർ എന്നുള്ളത് എഴുതണം. എന്താണ് ഡ്യൂമ എന്ന് എഴുതണം. എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് എഴുതണം. എന്താണ് ഒക്ടോബർ റവല്യൂഷൻ അഥവാ ഒക്ടോബർ വിപ്ലവം എന്ന് എഴുതണം. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് എഴുതണം. ഒപ്പിയം ട്രേഡ് എന്നുള്ളത് വളരെ ചുരുക്കി എഴുതാട്ടാ. ഇത്ര പെരുത്തൊന്നും വേണ്ട. വളരെ നിസ്സാരമായിട്ട് ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ഡോർ പോളിസിയും അതുപോലെ ചുരുക്കി എഴുതാനായി ശ്രമിക്കുക. ബോക്സർ റിബിലിയൻ എന്താണെന്ന് എഴുതുക. സൺയാത്സെന്നിന്റെ ഐഡിയോളജികൾ എന്തെല്ലാമായിരുന്നു എന്ന് എഴുതുക. എങ്ങനെയാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതെന്ന് എഴുതുക. ചിയാങ് കൈഷക്കിന്റെ ഭരണ രീതികൾ എങ്ങനെയായിരുന്നു എന്ന് ചുരുക്കി എഴുതുക. അതൊക്കെ ആവശ്യത്തിന് മാത്രം മതി. ലോങ് മാർച്ച് എന്തായിരുന്നു എന്ന് എഴുതുക. മാവോ സെതോങ്ങിന്റെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എങ്ങനെ അധികാരത്തിൽ വന്നു എന്ന് ഈ ഒരു ഭാഗം നോക്കി അതിൽ നിന്ന് ആവശ്യമുള്ളത് നോക്കി എഴുതാം. അത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പൊ ഇനി നമുക്ക് അടുത്ത വിഷയമായിട്ട് കാണാം.